ഹലോ ഓൾ, വെൽക്കം ടു പി കെ ലേണിങ്സ്. നമ്മൾ SCRT സീരീസിൻ്റെ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്കാണ് ഇന്ന് കടക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് കവർ ചെയ്തിരുന്നു. അപ്പോൾ സിലബസിന് മുന്നേ ബേസിക് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം കൂടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞൊരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പ്രോപ്പറായിട്ട് കടക്കുകയാണ്. ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. രണ്ട് പാർട്ടായിട്ടായിരിക്കും ഈ ഇന്ത്യൻ സാമ്പത്തിക രംഗം നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ പാർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്, ഇന്ത്യൻ സാമ്പത്തിക രംഗം പാർട്ട് 1. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള വ്യത്യാസങ്ങളെ പറ്റിയിട്ട് എന്തൊക്കെ വ്യത്യാസങ്ങളായിരുന്നു ഓരോ മേഖലകളിലും സംഭവിച്ചിട്ടുള്ളത് എന്നാണ് പ്രധാനമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിലേക്ക് കടക്കാം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ. ബ്രിട്ടീഷ് അധിനിവേശത്തിന് മുമ്പ് ഇന്ത്യക്ക് ഒരു സ്വതന്ത്രമായ സമ്പദ്ഘടനയായിരുന്നു ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു പ്രധാന ജീവിതോപാധിയെങ്കിലും വൈവിധ്യമാർന്ന വ്യവസായിക ഉൽപ്പന്നങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരൊക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു മേ ബി ഒരു 16th സെഞ്ചുറി ആ ഒരു ടൈം പീരീഡിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് വരുന്നതിന് മുന്നേ ഇന്ത്യക്ക് എന്താ പറയുക ഒരു വിവിധ നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു നിലനിന്നതെങ്കിലും നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇന്നത്തെ ജോഗ്രഫിക്കൽ ഏരിയ വരുന്നത് ബ്രിട്ടൻ വന്നതിന് ശേഷമാണ്. അതിന് മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഏരിയനെ പറ്റി ഓവറോൾ പറയുകയാണെങ്കിൽ അവർ സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു ഇക്കോണമി ആയിരുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതോപാധി കണ്ടെത്താനുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്ന സംവാട്ട് റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ് ആയിരുന്നു ഇന്ത്യയിൽ അന്ന് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ അസംസ്കൃത വസ്തുക്കളുടെ ദാതാവും ബ്രിട്ടനിൽ നിന്നുള്ള അന്തിമ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായും കണ്ടു. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ ബ്രിട്ടൻ വന്നതിന് ശേഷമുണ്ടായ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഇന്ത്യയെ കണ്ടിരുന്നത് ഒരു റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആയിട്ടായിരുന്നു. അപ്പോൾ ഇതിന് ശേഷം ബ്രിട്ടൻ സാധാരണഗതി ചെയ്യുന്നത് എന്താണ്, വളരെ കുറഞ്ഞ വിലയ്ക്ക് ഈ സാധനങ്ങൾ വാങ്ങുകയും ബ്രിട്ടനിൽ കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് വേണ്ടിയിട്ട് അവിടുത്തെ വ്യാവസായിക പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആയിട്ട് കണ്ടുകൊണ്ട് അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുവന്ന് വലിയ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കിയായിരുന്നു ബ്രിട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടൻ്റെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഫിനാൻസ് ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടായിരുന്നു ഇന്ത്യനെ അന്ന് ബ്രിട്ടൻ കണ്ടിരുന്നത്. ഓരോ മേഖല തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യത്തേതെന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു കാർഷിക മേഖല ഉണ്ടായിരുന്നത് എന്ന് പ്രശസ്ത ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ബെർണിയർ 17ാം നൂറ്റാണ്ടിലെ ബംഗാളിനെ വിശേഷിപ്പിച്ചത് എൻ്റെ 2 സന്ദർശനങ്ങൾ ബംഗാൾ ഈജിപ്തിനേക്കാൾ സമ്പന്നമാണെന്ന വസ്തുതയെ അരക്കിട്ടുറപ്പിച്ചു എന്നാണ്. അപ്പോൾ 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ വന്നിട്ടുള്ള ഫ്രഞ്ച് സഞ്ചാരിയായിരുന്ന ബെർണിയർ പറയുകയാണ്, അന്ന് അദ്ദേഹം പല രാജ്യങ്ങൾ സന്ദർശിച്ചാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു നോർത്ത് ആഫ്രിക്കൻ റീജിയനിൽ കിടക്കുന്ന ഈജിപ്ത്, അന്നത്തെ സിവിലൈസേഷൻ ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് വളരെയധികം വികസിച്ചിരുന്ന മനോഹരമായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു നമ്മുടെ ഈജിപ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രദേശത്തെ കണ്ടതിന് ശേഷം അതിലും വികസിതമായിട്ടുള്ള ഒരു പ്രദേശം പോലെയാണ് എനിക്ക് ബംഗാളിനെ കണ്ടപ്പോൾ തോന്നിയത് എന്നാണ് ആര് പറയുന്നത്, ബെർണിയർ എന്ന് പറഞ്ഞ ട്രാവലർ പറയുന്നത്. ജനസംഖ്യയുടെ 85% പേര് പ്രത്യക്ഷമായോ പരോക്ഷമായോ കൃഷിയെ ആശ്രയിച്ചു എങ്കിലും കാർഷിക മേഖല മുരടിപ്പിലായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യയുടെ 85% ആളുകളും എന്ത് ചെയ്യുന്നു, ആ സമയത്ത് കൃഷിയെ ആശ്രയിച്ചായിരുന്നു ജീവിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് സ്വത്ത് ഉണ്ടായിരുന്നു, മീൻസ് സമ്പന്നമായിട്ടൊരു പ്രദേശമായിരുന്നു എന്ത് ഈ ബംഗാൾ എന്ന് പറയുന്നത്. ഈ സമ്പത്തിനെ മുഴുവൻ എന്ത് ചെയ്തു, ബ്രിട്ടൻ ലൂട്ട് ചെയ്യാനാണ് ശ്രമിച്ചത് ആളുകളുടെ കയ്യിലേക്ക്. ഇപ്പോൾ ആ ഒരു പ്രദേശം മുഴുവൻ സാമ്പത്തികമായിട്ട് വളരെ സ്ട്രോങ് ആയിരുന്നെങ്കിലും ആ ഒരു ഏരിയയിലുള്ള ആളുകൾ അപ്പോഴും എന്തായിരുന്നു, മുരടിപ്പിലായിരുന്നു. അവരുടെ കാർഷിക മേഖല, അതായത് ബ്രിട്ടൻ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് ഒരു കൃഷിയെ വേറൊരു രീതിയിലേക്ക് മാറ്റുക എന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഭക്ഷ്യം ഉൽപ്പാദനം എന്ന് പറയുന്നത് മാറ്റിയിട്ട് വാണിജ്യപരമായിട്ട് നാണ്യവിളകളൊക്കെ ഉൽപ്പാദിപ്പിക്കാനാണ് ബ്രിട്ടൻ പ്രധാനമായിട്ടും ഇന്ത്യയിൽ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിച്ചിരുന്നത്. കാർഷിക മേഖലയിലെ വാണിജ്യവൽക്കരണം കർഷകരെ ഭക്ഷ്യവിളകളിൽ നിന്ന് നാണ്യവിളകളിലേക്ക് ആകർഷിച്ചു. അപ്പോൾ ഈ ഭക്ഷ്യമേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത്. ബ്രിട്ടന് വേണ്ടത് നാണ്യവിളകളായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ പ്രധാനമായിട്ടും ആളുകൾക്കും ഈ ഭക്ഷ്യവിളകൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതിൽ നിന്ന് നഷ്ടമുണ്ടാവാൻ തുടങ്ങിയപ്പോൾ അവരും എന്ത് ചെയ്തു, വിളകളിലേക്ക് മാറുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. ഇനി നമ്മൾ കാർഷിക മേഖലയെ പറ്റി പറഞ്ഞു. വ്യാവസായിക മേഖലയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. കോളനി ഭരണത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യൻ കരകൗശല വ്യവസായം ക്ഷയിക്കുകയും ആധുനിക വ്യവസായങ്ങൾ വളർന്നു വരാനുള്ള സാഹചര്യം ഇല്ലാതാവുകയും ചെയ്തു. ബ്രിട്ടൻ്റെ വ്യാവസായിക നയങ്ങൾക്ക് 2 ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന്, ബ്രിട്ടനിൽ വളർന്നു വരുന്ന ആധുനിക വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക. 2, ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമായി ഇന്ത്യയെ മാറ്റുക. അപ്പോൾ 2 കാര്യങ്ങളാണ് ബ്രിട്ടൻ വ്യാവസായിക മേഖലയായിട്ട് ബന്ധപ്പെട്ട്. നമ്മൾ ഓൾറെഡി കാർഷിക മേഖലയുടെ കാര്യം പറഞ്ഞു. കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ബ്രിട്ടൻ ചെയ്ത എന്താണ്, ഭക്ഷ്യവിളകളിൽ നിന്നും നാണ്യവിളകളിലേക്ക് മാറ്റുക. അപ്പോൾ ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാകുന്നു. ഒരുപാട് ക്ഷാമങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത് നാണ്യവിളകളിലേക്ക് ആളുകൾ മാറി. വ്യാവസായികമായിട്ടും അതുതന്നെയാണ് സംഭവിച്ചത്.
ഒരു ഇന്ത്യയിൽ പ്രധാനമായിട്ടും തനതായിട്ടുള്ള ഒരു കരകൗശല വ്യവസായങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായിട്ടും ഓരോ നാടുകളിലും അവരുടേതായിട്ടുള്ള തനത് രീതിയിലുള്ള കരകൗശല വ്യവസായങ്ങൾ നിലനിന്നിരുന്നു. അതിന് വളരെയധികം ഡിമാൻഡും ഉണ്ടായിരുന്നു. ഇത് ആ സമയത്തൊക്കെ മേ ബി ഒരു നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ പഠിക്കുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള മാറ്റങ്ങളൊക്കെ പഠിക്കുമ്പോൾ കച്ചവടങ്ങളൊക്കെ പതുവെ ഡെവലപ്ഡ് ആയിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ പ്രധാനമായിട്ടും അവരുടെ ഉൽപ്പാദനത്തിലുണ്ടായിരുന്ന ഈ കരകൗശല വസ്തുക്കളൊക്കെ പല സ്ഥലത്തേക്കും എക്സ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരുപാട് ആളുകൾ വന്നിരുന്നു. അത്രയും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഈ കരകൗശല വ്യവസായങ്ങൾ അമ്പാടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇന്ത്യ തനതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന കരകൗശല വ്യവസായം അല്ലെങ്കിൽ കുടിൽ വ്യവസായങ്ങളൊക്കെ തനതായിട്ട് ഉണ്ടായിരുന്നതെല്ലാം ക്ഷയിച്ചു പോവുകയാണ് ബ്രിട്ടൻ വന്നതിന് ശേഷം സംഭവിച്ചത്. പകരം എന്താ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആധുനിക വ്യവസായങ്ങൾ ഉണ്ടായി വരാനുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റഡ് ആയതുമില്ല. കാരണം എന്താണ്, ബ്രിട്ടൻ ഇന്ത്യയെ കണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമാണ്. ഇന്ത്യയിൽ നിന്നും ഈ പറയുന്ന റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തുകൊണ്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ഗുഡായിട്ട് ഫൈനൽ ഗുഡായിട്ട് മാറി അവിടുത്തെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ഇന്ത്യയുടെ പണം കൊണ്ട് അതിനെ ഫിനാൻസ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെട്ട അവസാന ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കുകയാണ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ വ്യവസായം മുഴുവനായിട്ടും ക്ഷയിച്ചു പോയി. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ കുടിൽ വ്യവസായങ്ങളും ഇതുപോലുള്ള തനതായിട്ടുള്ള കരകൗശല വ്യവസായങ്ങളും ഒക്കെ തനതായിട്ട് ഉണ്ടായിരുന്നെല്ലാം ഇല്ലാതായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ബ്രിട്ടനിൽ ചെയ്ത 2 കാരണങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഞാനത് ആദ്യം പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. ഒന്ന്, ബ്രിട്ടനിൽ വളർന്നു വരുന്ന വ്യവസായങ്ങൾ, ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ ഇന്ത്യയെ കൊണ്ട് ഫിനാൻസ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുക. കൂടാതെ 2, ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായ ഉൽപ്പന്നങ്ങളുടെ വിശാല കമ്പോളമായിട്ടും ഇന്ത്യയെ മാറ്റുക. അവിടെ ഒരുപാട് കമ്പനീസ് വളർന്നു വരികയും ആളുകൾക്ക് അവരുടെ ബ്രിട്ടനിലുണ്ടായിരുന്ന ആളുകൾക്ക് വലിയ വലിയ വികസനങ്ങൾ നടത്താൻ അതുകൊണ്ട് സാധിച്ചു. വലിയ വലിയ വ്യവസായങ്ങൾ ഓരോ ആൾക്കാർക്കും തുടങ്ങാൻ പറ്റി. അവിടെ ഉണ്ടാക്കുന്ന ഗുഡ്സ് മുഴുവൻ എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് വിറ്റഴിക്കാനാണ് ശ്രമിച്ചിരുന്നത്. കരകൗശല വ്യവസായങ്ങളുടെ തകർച്ച ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇല്ലാതാക്കുകയും ചെയ്തു. അപ്പോൾ അവർ തന്നെ ഉണ്ടാക്കി വിറ്റിരുന്ന വസ്തുക്കളുടെ അവൈലബിലിറ്റി കുറഞ്ഞു. മാത്രമല്ല, ഇന്ത്യയിൽ തൊഴിലില്ലായ്മ രൂക്ഷമായി. അടുത്താണ് വിദേശ വ്യാപാരം. വിദേശ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നോക്കാം. പുരാതന കാലം മുതൽക്കേ വിദേശ വ്യാപാരത്തിൽ പ്രശസ്തി ആർജിച്ച രാജ്യമായിരുന്നു ഇന്ത്യ. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം ഉൽപ്പാദനം, വ്യാപാരം, തീരുവ എന്നീ മേഖലകളിൽ നടപ്പിലാക്കിയ നയങ്ങൾ ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തിൻ്റെ ഘടനയും അളവിനെയും പ്രതികൂലമായിട്ടാണ് ബാധിച്ചത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് കരയിലൂടെ ഒരുപാട് വ്യാപാരങ്ങളുണ്ടായിരുന്നു. കടൽ വഴിയുള്ള വ്യാപാരങ്ങൾ പിന്നീടാണ് ആരംഭിക്കുന്നത്. എന്നാൽ കടലിലൂടെ അല്ലാതെ കരയിലൂടെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക്, ഇപ്പോൾ ഈവൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരുപാട് ഐറ്റംസ് പല മേഖലകളിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. നാണയങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ത്യ ഒരുപാട് കച്ചവടങ്ങൾ ചെയ്തിരുന്നതാണ്. ഒരുപാട് ദൂരദേശ വ്യാപകമായിട്ട് തന്നെ ഈ കച്ചവടങ്ങളൊക്കെ ആ സമയത്ത് ഇന്ത്യ ചെയ്തിരുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായിരുന്ന ചെറിയ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള കച്ചവടക്കാരും ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു വിദേശ വ്യാപാരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ഐറ്റംസിന് വളരെയധികം ഡിമാൻഡ് കൂടുതലായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നിട്ടും ബ്രിട്ടൻ വന്നതിന് ശേഷം സംഭവിച്ചത് ഈ ഒരു കരകൗശല വ്യവസായവും ഇന്ത്യയിൽ നിന്നുള്ള കച്ചവടങ്ങളും ഒക്കെ എന്തായി, വിദേശങ്ങളുമായിട്ടുള്ള കണക്ഷൻസ് എല്ലാം അപ്പാടെ ഇല്ലാതാവുകയാണ് ബ്രിട്ടൻ വന്നതിന് ശേഷം സംഭവിച്ചിരുന്നത്. കാരണം ഒരു കുത്തക പോലെ ബ്രിട്ടൻ ഇന്ത്യയുടെ സാധനങ്ങളെല്ലാം സംരക്ഷിച്ചു പോന്നിരുന്നു. ഇവിടെ നിന്നുള്ള വസ്തുക്കളെല്ലാം റോ മെറ്റീരിയൽസ് ആയിട്ട് അങ്ങോട്ട് കൊണ്ടുപോവുകയും അവിടെ നിന്നുള്ള ഗുഡ്സ് ഇങ്ങോട്ട് നിർബന്ധിതമായിട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത്. അത് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്ത പ്രധാനപ്പെട്ട വസ്തുക്കളായിരുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയ വസ്തുക്കളായിരുന്നു ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കൾ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കി കയറ്റുമതി ചെയ്തിരുന്ന വസ്തുക്കളായിരുന്നു അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയവ. ബ്രിട്ടൻ പ്രധാനമായിട്ടും ഈ സമയത്ത് ഓർക്കുക, നീലമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നീലം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് ബ്രിട്ടൻ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തിരുന്ന പ്രധാനപ്പെട്ട വസ്തുക്കളായിരുന്നു അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയവ. എന്നാൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന വസ്തുക്കളായിരുന്നു ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ, പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ തുടങ്ങിയവ. അപ്പോൾ ഇത് 2 തരത്തിൽ എന്ത് ചെയ്തിരുന്നു, ഒരേ സാധനങ്ങൾ തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്തിരുന്നു. പല ക്വാളിറ്റിയിലുള്ള 2 സാധനങ്ങളായിട്ട് എന്ത് ചെയ്തിരുന്നു, ഇങ്ങോട്ട് എന്താ പറയുക, ഇവിടെയുള്ള ആളുകളെ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത വസ്തുക്കളായിരുന്നു ലഘുയന്ത്രങ്ങൾ പോലുള്ള മൂലധന വസ്തുക്കൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയുന്ന വസ്തുക്കൾ. പരുത്തി, പട്ട്, കമ്പിളി വസ്ത്രങ്ങൾ തുടങ്ങിയവ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും ഇന്ത്യയിൽ നിന്നും അസംസ്കൃത പട്ട്, പരുത്തി, കമ്പിളി, പഞ്ചസാര, നീലം, ചണം തുടങ്ങിയവ എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ നിന്നും പ്രധാനമായിട്ടും അസംസ്കൃതമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ആയിരുന്നു കൊണ്ടുപോയിരുന്നത്. ഫൈനൽ ഗുഡാക്കിയതിന് ശേഷമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അടുത്തതായിട്ട്
ജനസംഖ്യാ സ്ഥിതിയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഔദ്യോഗിക സെൻസസ് നടക്കുന്നത് 1881 ആദ്യമായിട്ട് സെൻസസ് നടത്തുന്നത് 1881. അപ്പോൾ സ്ഥിതി വിവര കണക്കുകളൊക്കെ നമ്മൾ അറിയുന്നത് എന്തുവഴിയാണ്? സെൻസസ് വഴിയാണ് ഈ സ്ഥിതി വിവര കണക്കുകളൊക്കെ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ സെൻസസ് ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കിയത് 1881. ഈ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള ഓരോ 10 വർഷം കൂടുമ്പോഴും എന്ത് ചെയ്യുന്നു? സെൻസസ് നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നു. 1921 മുൻപുള്ള കാലഘട്ടം ഇന്ത്യൻ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ആദ്യഘട്ടമെന്നും ഇതിന് ശേഷമുള്ള കാലഘട്ടം രണ്ടാം ഘട്ടമെന്നും പ്രധാനമായിട്ടും അറിയപ്പെടുന്നു. ഈ 1921 എന്ന് പറയുന്ന വർഷം ഓർത്തിരിക്കുക. ഇതിന് മുൻപുള്ള കാലഘട്ടം ഇന്ത്യൻ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടമെന്നും ഇതിന് ശേഷമുള്ള കാലഘട്ടം രണ്ടാം കാലഘട്ടമെന്നും അറിയപ്പെടുന്നു. ഈ ഒരു വർഷമാണ് മാർജിൻ ആയിട്ട് വയ്ക്കുന്നത്. ഇതിനപ്പുറം ഇപ്പുറമുള്ള കാര്യങ്ങൾ രണ്ടായിട്ട് പരിഗണിക്കുന്നു. ഒരു പരിവർത്തന കാലഘട്ടം എന്ത് ചെയ്യുന്നു? 1921 എന്ന് പറയുന്ന വർഷമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. 1921 ഇന്ത്യൻ ജനസംഖ്യാ പരിവർത്തനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിലും 21 മുന്നേയുള്ള കാലഘട്ടം 21 ശേഷമുള്ളത് രണ്ടാം കാലഘട്ടം. ഡിവൈഡിങ് ഇയർ 1921 കാര്യം ഓർത്തിരിക്കുക. ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത് എപ്പോഴാണ്? 1881 ഔദ്യോഗികമായിട്ടുള്ള സെൻസസ് നടക്കുന്നത്. രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു. സാക്ഷരതാ നിരക്ക് 16%-ലും താഴെയായിരുന്നു. സ്ത്രീ സാക്ഷരതാ നിരക്ക് 7%. ശിശുമരണ നിരക്ക് 1000-ന് 218 എന്ന ഉയർന്ന നിരക്കിലും ആയുർദൈർഘ്യം 44 വർഷം മാത്രവുമായിരുന്നു. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യയുടെ സാക്ഷരത എന്ന് പറയുന്നത് വെറും 16%-ലേക്ക് താഴുകയും സ്ത്രീ സാക്ഷരതാ നിരക്ക് വെറും 7% മാത്രമായിരിക്കുകയും ചെയ്തിരുന്നു. ശിശുമരണ നിരക്ക് 1000 ശിശുക്കൾ ജനിക്കുമ്പോൾ അവിടെ 218 പേര് മരിക്കുകയാണ്. ആയുർദൈർഘ്യം വെറും 44 വർഷം മാത്രമായിരുന്നു. ഇതായിരുന്നു ഇന്ത്യയുടെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ജനസംഖ്യാ സ്ഥിതി എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ടത് 21 മുന്നും പിന്നെയുള്ള കാലഘട്ടങ്ങളിൽ രണ്ടാണ്. 81 ആദ്യമായിട്ട് സെൻസസ് നടക്കുന്നത്. ഇന്ത്യയുടെ ആ സമയത്ത് രണ്ടാം കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ 16%-ൽ താഴെ മാത്രമായിരുന്നു ഇന്ത്യയുടെ സാക്ഷരതാ നിരക്ക്. 7% മാത്രമായിരുന്നു സ്ത്രീ സാക്ഷരതാ നിരക്ക് എന്ന് ഓർത്തിരിക്കുക. ആയുർദൈർഘ്യം വെറും 44 വർഷം മാത്രമായിരുന്നു. കൂടാതെ ശിശുമരണ നിരക്ക് 1000-ൽ 218 എന്ന് പറയുന്ന ഉയർന്ന സംഖ്യയായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് തൊഴിൽ ഘടനയെ പറ്റിയിട്ടാണ്. തൊഴിൽ ഘടന എന്ന് പറയുന്നത് കോളനി ഭരണക്കാലത്ത് ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയുടെ ഏറിയ പങ്കും കാർഷിക മേഖലയിലായിരുന്നു. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമുക്കറിയാം. കാർഷിക മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ആളുകൾക്ക് മറ്റൊരു മേഖലയിലേക്ക് കടക്കാനുള്ള ഭയമുണ്ട്. ആളുകൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പ്രോപ്പറായിട്ടുള്ള അവയർനെസ്സോ ക്ലാസ്സുകളൊന്നും കൊടുക്കുന്നില്ല. അതിനുള്ള എക്സ്പെർട്ടൈസും ആളുകൾക്കില്ല. അപ്പോൾ സേവന മേഖലയിലേക്ക് കടക്കണമെങ്കിൽ എന്ത് വേണം? മിക്കവാറും മേഖലകളിൽ ഒരു എക്സ്പെർട്ടൈസ് വേണം. വ്യാവസായിക മേഖലയിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് ആ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ ആ ഒരു അവയർനെസ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പണ്ട് മുതലേ പ്രധാനമായിട്ട് ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഏറ്റവും എളുപ്പമുള്ള വഴി എന്നുള്ള രീതിയിൽ കാർഷിക മേഖലയിലേക്കാണ് കടക്കുന്നത്. നമ്മൾ ഡിസ്ഗേസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം 10 പേര് എടുക്കേണ്ട പണി 20 പേര് ചേർന്ന് എടുക്കുകയാണ്. കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നുമില്ല. അത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോഴും ഇന്ത്യയിൽ നിലവിലുള്ളത്. അപ്പോൾ ഏകദേശം 70 മുതൽ 70% വരെ, ഇന്ന് ഏകദേശം 50-നോടടുത്ത ശതമാനത്തിലാണ് എന്ത് കാണുന്നത്? ഈ കാർഷിക മേഖലയിലുള്ള ആളുകളുടെ പാർട്ടിസിപ്പേഷൻ കാണുന്നത്. അന്നൊക്കെ 70% മുതൽ 75% വരെയും എന്ത് ചെയ്യുന്നു? കോളനി ഭരണക്കാലത്ത് കാർഷിക മേഖലയിൽ തന്നെയായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. ഇനി ഉൽപ്പന്ന നിർമ്മാണ മേഖല അല്ലെങ്കിൽ നമ്മൾ ദ്വിതീയ മേഖല എന്നൊക്കെ പറയുമല്ലോ, വ്യാവസായിക മേഖല, ഉൽപ്പന്ന നിർമ്മാണ മേഖല 10%-വും സേവന മേഖല 20 മുതൽ 20% വരെ ആളുകളെയും ഉൾക്കൊണ്ടിരുന്നു. അപ്പോൾ ഓർക്കുക, രണ്ടാമത് പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി സെക്ടർ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ പ്രൈമറി അല്ലെങ്കിൽ പ്രാഥമിക മേഖലയിൽ 70 മുതൽ 75% വരെ ആളുകൾ, അതായത് കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു 70-75% ആളുകൾ ഉണ്ടായിരുന്നത്. ഉൽപ്പന്ന നിർമ്മാണ മേഖലയിൽ 10%-വും സേവന മേഖലയിൽ 15 മുതൽ 20% വരെ ആളുകളെയും അന്ന് ഉൾക്കൊണ്ടിരുന്നു. പ്രധാനമായിട്ടും എന്തായിരുന്നു? കൃഷി മേഖല തന്നെയായിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത്. അടുത്തെന്ന് പറയുന്നത് പശ്ചാത്തല സൗകര്യങ്ങളാണ്. ആ സമയത്ത് ഉണ്ടായിരുന്ന പശ്ചാത്തല സൗകര്യങ്ങളെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ബ്രിട്ടൻ്റെ കാലത്ത് പണിത ബിൽഡിങ്സ് ഒന്നും ഇപ്പോഴും വീഴാതെ നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ചില ആളുകൾ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് ബ്രിട്ടൻ പണിത് വെച്ച കുറേ കാര്യങ്ങൾ ഇന്നും എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ സർവൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ കുറേ ഉപകാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരുന്നില്ല ബ്രിട്ടൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇന്ത്യയുടെ പശ്ചാത്തല വികസനം നടത്തുന്നതിൻ്റെ കാരണം വളരെ ഈസി ആയിട്ട് ഗുഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുക, ഇവരുടെ ഓഫീസേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുക, ഇവർ ഉണ്ടാക്കുന്ന റോ മെറ്റീരിയൽസ് ഒക്കെ പെട്ടെന്ന് കളക്ട് ചെയ്ത് ബ്രിട്ടനിലോട്ട് എത്തിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. എക്കണോമിക്കലായിട്ടുള്ള ഗെയിൻസ് മാത്രമായിരുന്നു ബ്രിട്ടൻ ആ കാര്യം കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ വലിയ രീതിയിലുള്ള നയങ്ങൾ ബ്രിട്ടൻ നടപ്പിലാക്കിയിരുന്നു. അത് ഇന്ത്യയുടെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നില്ല, ബ്രിട്ടൻ്റെ തന്നെ ഗുഡിന് വേണ്ടിയിട്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഈ പശ്ചാത്തല സൗകര്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉണ്ടായിരുന്നു? തുറമുഖം, റെയിൽവേ, ജലഗതാഗതം, തപാൽ എന്നിവയാണ് വികസിപ്പിച്ചിരുന്നത്. നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. തുറമുഖം വികസിപ്പിക്കണമെങ്കിൽ എന്താണ്? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏത് വഴിയായിരുന്നു? കടൽ വഴിയായിരുന്നു. അന്ന് എയർപ്ലെയിൻ എന്ന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, തുറമുഖം വഴിയായിരുന്നു. കൂടാതെ
ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും എന്ത് ചെയ്യണം, ഈ പറയുന്ന സാധനങ്ങൾ ഗുഡ്സൊക്കെ കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം, റെയിൽവേയുടെ സൗകര്യം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ റെയിൽവേ കൊണ്ടുവന്നു. ജലഗതാഗതം, തപാൽ എന്നിവ വികസിപ്പിച്ചു. അപ്പോൾ റെയിൽവേ കൊണ്ടുവന്നു, തുറമുഖം ഡെവലപ്പ് ചെയ്തു, ജലഗതാഗതം എന്ത് ചെയ്തു, ഇൻലാൻഡ് ആയിട്ടുള്ള വാട്ടർ ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, കനാൽസ് കാര്യങ്ങളൊക്കെ പണിതു. എന്തിനാണ്, ഈ ഗുഡ്സ് കുറച്ചുകൂടെ ഇക്കണോമിക്കലായിട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട്. റെയിൽവേക്കാരും ചിലവ് കുറഞ്ഞ മാർഗ്ഗമായിട്ട് എന്ത് ചെയ്യാം, ഈ വെള്ളത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ ജലഗതാഗതം അതുപോലെ തപാൽ എന്നിവയൊക്കെ വികസിപ്പിച്ചു. ഇതാണ് പശ്ചാത്തല സൗകര്യത്തിൽ പ്രധാനമായിട്ടും ബ്രിട്ടൻ ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ ഇതിൻ്റെ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ തന്നെ ആയിരുന്നു. നമ്മൾ പറഞ്ഞതുപോലെ ബ്രിട്ടൻ്റെ തന്നെ ഓൺ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പശ്ചാത്തല വികസന സൗകര്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. 1850കളിൽ ആരംഭിച്ച റെയിൽവേ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിച്ചിരുന്നത്. ഇതിങ്ങനെ തന്നെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, റെയിൽവേ എന്തുകൊണ്ട്, റെയിൽവേയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയായിരുന്നു. ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെയാണെങ്കിൽ പ്രധാനമായിട്ട് ഇതൊക്കെ വരാറുണ്ട്. ഒന്നാമത്, ദീർഘദൂര യാത്രകൾ സാധ്യമാവുകയും ഭൂമിശാസ്ത്രപരവും സാംസ്കാരികവുമായ അതിർവരമ്പുകൾ ഭേദിക്കാൻ സഹായിച്ചു. ഒരു പാസീവായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് വേണമെങ്കിൽ പറയാം. ബ്രിട്ടൻ ഉദ്ദേശിച്ചതിൽ നിന്നും എന്ത് ചെയ്തിരുന്നു, വിപരീതമായിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടൻ ഉദ്ദേശിക്കാത്ത ഒരു കാര്യമായിരുന്നു ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കുക, ആളുകൾ തമ്മിലൊരു മിങ്കിൾ ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഇന്ത്യയിലും വെസ്റ്റ് ബംഗാളിലും കിടക്കുന്ന ആളുകൾ തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടാവില്ല, അവരുടെ കൾച്ചറുകൾ തമ്മിൽ മിങ്കിൾ ചെയ്യാൻ ഒരു അവസരം ഉണ്ടാകുന്നില്ല. കാരണം ഇവിടുന്ന് അവിടെ എത്താനായിട്ട് ഒരുപാട് സമയങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ രീതിയിൽ അന്നുണ്ടായിരുന്ന സൗകര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് അവിടെ അവർ എത്താനായിട്ട് ഒരുപാട് സമയം വൈകിട്ടാണ് എത്തിയിരുന്നത്. അപ്പോൾ ആളുകൾ തമ്മിൽ അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ദീർഘദൂര യാത്രകൾ സാധ്യമാക്കാനായിട്ട് റെയിൽവേ വന്നതോടുകൂടി സഹായിച്ചു. ഇന്ത്യയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ പറ്റി, വലിയ ദൂര ദേശങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുകയും ആളുകൾ തമ്മിൽ കുറച്ചുകൂടെ മിംഗ്ലിംഗ് ഉണ്ടാവുകയും അതുവഴി എന്ത് സഹായിച്ചു, സാംസ്കാരികമായിട്ടുള്ള അതിർവരമ്പുകൾ ഭേദിക്കാൻ ഇത് സഹായിച്ചു. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യത്യാസങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് എന്തുകൊണ്ട് സാധിച്ചു, ഈ റെയിൽവേ കൊണ്ട് സാധിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, കൃഷിയുടെ വാണിജ്യവൽക്കരണത്തെ അത് പരിപോഷിപ്പിച്ചു. പക്ഷേ ഇത് ഗ്രാമീണ സ്വയം പര്യാപ്തതയെ ദോഷമായിട്ട് ബാധിച്ചു. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഇപ്പോൾ കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ നമ്മൾ പറയാറുണ്ട്, കൃഷിയുടെ വാണിജ്യവൽക്കരണം. അല്ലെങ്കിൽ ഈ ഒരു വാണിജ്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ബ്രിട്ടൻ എപ്പോഴും ഫോക്കസ് ചെയ്തിരുന്ന രീതിയിൽ ആളുകളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക, അവർ പറയുന്ന സാധനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുക. എന്തിനാണ്, ഈ സാധനങ്ങൾ ഉണ്ടാകുന്ന ഗുഡ്സ് എന്ത് ചെയ്യണം, ബ്രിട്ടന് കൊമേഴ്ഷ്യലായിട്ട് സെല്ല് ചെയ്യണം, ഇത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിലേക്ക് കൊണ്ട് എത്തിക്കുകയോ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നും ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രിട്ടൻ റെയിൽവേ പണിതു. അവിടെ നിന്ന് സാധനങ്ങൾ ഈസി ആയിട്ട് ഗുഡ്സ് ട്രെയിൻ വഴി എന്ത് ചെയ്തു, ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരുന്നു. അതെന്ത് ചെയ്തു, ഈ പറയുന്ന ഗ്രാമീണ മേഖലയുടെ സ്വയം പര്യാപ്തതയെ ബാധിച്ചു. എങ്ങനെയാണ്, അവരവരുടേതായിട്ടുള്ള കരകൗശല മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരകൗശല വിപണി എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അങ്ങ് തകർത്ത് കളഞ്ഞിട്ടാണ് ബ്രിട്ടൻ അവരുടെ ആവശ്യങ്ങൾ അടിച്ചേൽപ്പിച്ചത്. അപ്പോൾ ഈ അടിച്ചേൽപ്പിച്ച ആവശ്യങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് അങ്ങനെ തന്നെ കൃഷി ചെയ്യേണ്ടി വന്നു. എന്നാൽ ഇതിന് വലിയ ലാഭമൊന്നും കൊയ്യാനായിട്ട് ആർക്ക് പറ്റിയിട്ടില്ല, ഇതുണ്ടാക്കുന്ന ആളുകൾക്ക് പറ്റിയിട്ടില്ല. ഇതാര് ലാഭം ഉണ്ടാക്കുന്നു, ബ്രിട്ടനാണ് ഇതുവഴി കച്ചവടം ചെയ്യുന്ന വഴി വലിയ ലാഭം ഉണ്ടാക്കിയത്. കുറഞ്ഞ വിലയ്ക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിച്ച് ഒരിടത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയോ അല്ലെങ്കിൽ ഇത് മറ്റൊരു വലിയ ഗുഡായിട്ട് മാറ്റിയതിന് ശേഷം ഇതേ മാർക്കറ്റിൽ വലിയ വിലയ്ക്ക് കൊണ്ടുവന്ന് വിൽക്കുകയോ ചെയ്തിരുന്നു. ഇതുവഴി ബ്രിട്ടൻ മാത്രമാണ് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയത്. ഇന്ത്യയുടെ വ്യാവസായിക മേഖല അപ്പാടെ നശിച്ചു പോവുകയാണ് ഇതുവഴി ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനുള്ള ഓവറോൾ കാര്യങ്ങൾ, ഇപ്പോൾ പല ഇൻ്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ശശി തരൂരിൻ്റെയൊക്കെ വാക്കുകളിലൊക്കെ അദ്ദേഹം ഒരുപാട് പറയാറുണ്ട്, ഇന്ത്യക്ക് ബ്രിട്ടൻ വന്നതിന് ശേഷം ഇന്ത്യക്ക് ഗുണമാണോ ദോഷമാണോ ഉണ്ടായതെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നു. ഇത്തരത്തിലുള്ള ഈ പശ്ചാത്തല സൗകര്യങ്ങളും അതുപോലെ എഡ്യൂക്കേഷനൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു. ഇപ്പോൾ CMI പോലുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഒക്കെ ഇന്ത്യയിൽ വന്നു. എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരുപാട് ചർച്ചപരമായിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് ഇവിടെ ഒരുപാട് പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ബ്രിട്ടൻ വന്നതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടായി എന്ന് പറയുന്ന ആ ഒരു കാര്യം ബാധിക്കുന്ന ഒരു സെക്ഷൻ ഓഫ് സൊസൈറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിൻ്റെ പിന്നിൽ എപ്പോഴും ബ്രിട്ടൻ്റെ ഒരു താല്പര്യമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ഇക്കണോമിക്കൽ ബെനിഫിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങളായിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് സ്ഥിരമായിട്ട് കേൾക്കാൻ പറ്റും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൊക്കെ. അതായത് ബ്രിട്ടൻ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, Britain came to India in the 1700s to the one of the biggest or the richest countries in the world എന്നാണ് പറയുന്നത്. അതായത് 1700കളിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യ ആ സമയത്ത് 27% ഓഫ് ദ ഗ്ലോബൽ GDP ആയിരുന്നു. അപ്പോൾ 1/3 ഓഫ് ദ ഗ്ലോബൽ GDP കൈയടക്കി വെച്ചിരുന്ന ഒരു വലിയ സാമ്പത്തിക ശക്തിയായിരുന്നു ഇന്ത്യ. എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു, ഒരു 200 വർഷത്തോളം ഇന്ത്യയെ ഈ പറയുന്ന ചൂഷണം ചെയ്തുകൊണ്ട്, ഇപ്പോൾ പുള്ളി പറയുന്നത് ആഫ്റ്റർ 200 years ഓഫ് സ്ലോട്ടർ, പ്ലണ്ടർ ആൻഡ് ഡിപ്രഡേഷൻ എന്ത് ചെയ്തു, ഇന്ത്യനെ ഒരു തേർഡ് വേൾഡ് കൺട്രികളുടെ ഒരു പോസ്റ്റർ ചൈൽഡാക്കി മാറ്റി, ഒരു പോവർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഒരു പിക്ചറായിട്ട് ഇന്ത്യനെ മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എന്താണ്, ഇന്ത്യയിൽ നിന്നുള്ള ചില നാട്ടുരാജ്യങ്ങൾ, ഹൈദരാബാദ് പോലുള്ള നാട്ടുരാജ്യങ്ങളെയൊക്കെ കണ്ടെത്താൻ നമുക്കറിയാം. അവിടെ ഉണ്ടായിരുന്ന സ്വത്ത് എന്ന് പറയുന്നത് നമുക്ക് എണ്ണമറ്റ രീതിയിലുള്ള സ്വത്തുകളായിരുന്നു അവിടുത്തെ നാട്ടുരാജാക്കന്മാരുടെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്വത്തിനെ മുഴുവൻ എന്ത് ചെയ്തു, പ്ലണ്ടർ ചെയ്ത് മൊത്തത്തിൽ ഡിപ്രഡേഷൻ ചെയ്ത് ഒരു മുഴുവൻ ഇവിടെ നിന്നും ലൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയും അവസാനം ഇന്ത്യയെ ഒരു തേർഡ് വേൾഡ് കൺട്രീസ്, ഒരു എന്താ പറയുക, പോവർട്ടിയുടെ പിക്ചറായിട്ട്, ഒരു പോസ്റ്റർ ചൈൽഡായിട്ട് മാറ്റുകയാണ് ആര് ചെയ്തത്, ഈ ബ്രിട്ടൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാം, ബ്രിട്ടൻ പോയ സമയത്ത് ഇപ്പം ഇന്ത്യയുടെ എഡ്യൂക്കേഷനിലൊക്കെ
ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ബ്രിട്ടൻ പോയിരുന്ന സമയത്ത് ഇന്ത്യയുടെ ടോട്ടൽ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇതൊക്കെ വളരെ ലോ ലെവലിൽ തന്നെയായിരുന്നു. ബിലോ 10% ആയിരുന്നു ലിറ്ററസി റേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വഴി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ വന്നതുകൊണ്ട് മാത്രം ഇന്ത്യക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടിയിരുന്നില്ല. ബ്രിട്ടൻ്റെ പ്രധാന ഉദ്ദേശങ്ങൾ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രധാനമായിട്ടും അവരുടെ വ്യാവസായിക താല്പര്യങ്ങളും ഈ പറയുന്ന വാണിജ്യ താല്പര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ നമുക്ക് ഓവറോൾ ആയിട്ട് പറയാം. അപ്പോൾ പോയതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ഡെവലപ്മെൻറ്റ്സ് ഒന്നും സംഭവിച്ചിരുന്നില്ല. ഇൻഫാക്ട് ഒരു റിച്ചസ്റ്റ് കൺട്രീനെ വൺ ഓഫ് ദ പൂറസ്റ്റ് കൺട്രീസ് ആക്കി മാറ്റിയിട്ടാണ് ബ്രിട്ടൻ ഇവിടെ നിന്നും പോയത്. അപ്പോൾ ഇതായിരുന്നു പ്രധാനമായിട്ടും ഇന്ത്യക്ക് ബ്രിട്ടൻ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യേണ്ടി വന്നു? വലിയ രീതിയിൽ ഫോക്കസ് കൊടുക്കേണ്ടി വന്നത് ഈ ഡെവലപ്മെൻറ്റിനാണ്. അതായത് വലിയൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന കോടിക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഒരു വലിയ രാജ്യത്തെ ഈ പറഞ്ഞ സീറോ അവസ്ഥയിൽ നിന്നും 10 താഴെ ഉണ്ടായിരുന്ന ലിറ്ററസി റേറ്റ് ഉള്ള ആളുകളും എല്ലാ ആളുകളും എന്ത് ചെയ്തിരുന്നു? കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു. ഇൻഡസ്ട്രി ഒന്നും വളരെയധികം പ്രൊമോട്ടഡ് ആയിട്ടില്ല. ഇന്ത്യൻ ഇൻഡസ്ട്രി, ഈവൻ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രികളിൽ ഒന്നായിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇതിനൊക്കെ കംപ്ലീറ്റ്ലി ലൂട്ട് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് ബ്രിട്ടൻ പോയത്. അപ്പോൾ ഇതിനുശേഷം ഈ സീറോ എന്ന് പറയുന്ന ഫ്രം ദ സ്ക്രാപ്പ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പ്രധാനമായിട്ടും അധികാരത്തിൽ വന്ന കോൺഗ്രസ് പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം, 1950 ശേഷം 40 ലിറ്ററലി പറഞ്ഞ 47 50 ശേഷം ഇലക്ഷനൊക്കെ നടന്ന് പുതിയൊരു ഗവൺമെൻറ് വന്നതിന് ശേഷം എന്താണ് സംഭവിച്ചത്? സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു? അപ്പോൾ 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കൈവരിച്ച ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് പിന്തുടരാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു എന്ത് തീരുമാനിക്കണം എന്നൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ത്യ സ്വീകരിച്ചത് ഒരു മിശ്ര സാമ്പത്തിക വ്യവസ്ഥയാണ്. അപ്പോൾ നെഹ്റു കുറച്ചും കൂടെ സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് USSR പോലെ റഷ്യ പോലുള്ള രാജ്യങ്ങളുടെ ഡെവലപ്മെൻറ്റ് പോളിസികളായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചവത്സര പദ്ധതികളെ മാതൃകയാക്കിക്കൊണ്ട് ഇന്ത്യയിലും ഒരു 5 ഇയർ പ്ലാൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിലോ പക്ക സോഷ്യലിസ്റ്റ് രീതിയിലോ ഗവൺമെൻറ് മാത്രം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല. പകരം ഇവരെടുത്ത തീരുമാനം ഒരു മിശ്ര സാമ്പത്തിക വ്യവസ്ഥ, ചില ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുടെ ചില ഗുണങ്ങളും ആ ഒരു ചില കാര്യങ്ങളും എടുത്തുകൊണ്ടും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നിന്നുമുള്ള ചില എലമെൻറ്റ്സും സ്വീകരിച്ചുകൊണ്ട് കുറച്ചുകൂടെ സോഷ്യലിസം ആയിട്ട് ലീനിയറ്റഡ് ആയിക്കൊണ്ട് ഒരു മിശ്ര സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ത്യ ഫോളോ ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. ഇത് ഗവേണൻസിലും അദ്ദേഹം ഫോളോ ചെയ്തിരുന്നു. ഗവേണൻസ് 1955 ആവടി സമ്മേളനത്തിൽ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നത് ഒരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഒരു ഗവേണൻസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. 1950 പ്രധാനമന്ത്രി അധ്യക്ഷനായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയും, പ്രധാനമായിട്ട് ഓർത്തു വയ്ക്കേണ്ട ഒരു കാര്യമാണ്, 1950 പ്രധാനമന്ത്രി അധ്യക്ഷനായി ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയും പഞ്ചവത്സര പദ്ധതികളുടെ യോഗം ആരംഭിക്കുകയും ചെയ്തു. ഇന്ത്യൻ പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് 5 ഇയർ പ്ലാൻസ്. അതായത് 5 ഇയർ പ്ലാൻസിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ ആസൂത്രണ കമ്മീഷൻ NDC ആണ്. അപ്പോൾ നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി എന്ന് പറയുന്ന NDCയും ആസൂത്രണ കമ്മീഷൻ പ്ലാനിംഗ് കമ്മീഷനും, അപ്പോൾ ഒരു പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഒരു സമിതി ഈ പറയുന്ന ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആയിരുന്നു. മുകളിൽ നിന്ന് തീരുമാനങ്ങൾ എടുത്ത് താഴത്തേക്ക് നടപ്പിലാക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഫോളോ ചെയ്ത് വന്നിരുന്ന ഒരു പോളിസി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്തിൽ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, ഇവർ തീരുമാനങ്ങൾ എടുക്കുന്നു, NDC അതിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കുന്നു. കാരണം എന്താണ്? ഒരു പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് നമ്മൾ പറഞ്ഞതുപോലെ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനിച്ച പ്ലാൻ എന്ത് ചെയ്യുന്നു? നടപ്പിലാക്കുന്നു. അപ്പോൾ ഇന്ത്യ എല്ലാ കാര്യങ്ങളിലും പുറകിലാണ്, സോഷ്യൽ ഡെവലപ്മെൻറ്റിലും ഇക്കണോമിക് ഗ്രോത്തിലൊക്കെ പുറകിൽ കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എല്ലാത്തിലും ഒരുമിച്ച് ഫോക്കസ് ചെയ്യാനുള്ള ഫണ്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല. പകരം എന്ത് ചെയ്തു? ഒരു പർട്ടിക്കുലർ മേഖല ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ഹരോഡ് തോമർ മോഡലാണ്. അവിടെ ഫോക്കസ് ചെയ്തത് എന്തിലാണ്? കൃഷിയിലാണ്. കൃഷി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എല്ലാ ആളുകളും കൃഷിയിൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ കൃഷി ഫോക്കസ് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ആദ്യത്തെ പദ്ധതി മുന്നോട്ട് വന്നിരുന്നത്. അങ്ങനെ കൃഷിയിൽ നിന്നും ഒരുപാട് അവരുടെ ടാർഗറ്റ് കുറവായിരുന്നു. ചെറിയ ടാർഗറ്റ് വെച്ചിട്ടാണ് ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക എന്നായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡാമുകളും കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിരുന്നു. ജലവൈദ്യുത പദ്ധതികളൊക്കെ നിലവിൽ വന്നു. രണ്ടാം പദ്ധതി ആയപ്പോഴേക്കും ഇത് മാത്രം പോരാ. ഈ പറയുന്ന അഗ്രികൾച്ചറിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ റിഫൈൻ ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു മാർക്കറ്റ് കണ്ടെത്തണം. അതിനായിട്ട് എന്ത് കൊണ്ടുവരണം? വ്യാവസായികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം. മൊഹലനോബിസ് മോഡൽ എന്ന പേരിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഇത് ഒരു പരിഹാരം കണ്ടെത്തുകയും ഇതിന് എന്ത് ചെയ്തു? വ്യാവസായികമായിട്ടുള്ള കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് എന്താണ്? പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു. NDC അതിന് അപ്രൂവൽ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണമായിട്ട് ബന്ധപ്പെട്ട് 1950 ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇലക്ഷന് ശേഷം ആദ്യ ഗവൺമെൻറ് നിലവിൽ വരുന്നു. അവർ ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കുകയും പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു.
1950 മുതൽ 90 വരെയുള്ള ആദ്യ 7 പഞ്ചവത്സര പദ്ധതികളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന വസ്തുക്കളുടെ ഇറക്കുമതി ഒഴിവാക്കിക്കൊണ്ടുള്ള സ്വാശ്രയ സമീപനമാണ് പ്രാധാന്യം നൽകിയത്. ഒരു ക്ലോസ്ഡ് ഇക്കോണമി ആയിട്ടാണ് ഇന്ത്യനെ വളർത്താനായിട്ട് ആദ്യം തീരുമാനിച്ചിരുന്നത്. 1 മുതൽ 7 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളൊക്കെ ഈ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന സാധനങ്ങൾ പരമാവധി കുറയ്ക്കുക, ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യാൻ പരമാവധി ശ്രമിക്കുക, ഇവിടെയുള്ള സാധനങ്ങൾ ഇവിടെ തന്നെ പരമാവധി പ്രൊഡ്യൂസ് ചെയ്യാനും ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും ശ്രമിക്കുക, എന്നിട്ട് ഇതുവഴി ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കാമെന്നായിരുന്നു 1 മുതൽ 7 വരെ 1950 മുതൽ 90 വരെ LPG റിഫോംസ് നടപ്പിലാക്കുന്ന കാലഘട്ടം വരെ ഉള്ള കാലത്ത് ഇന്ത്യ സ്വീകരിച്ചിരുന്നത് ഈ ഒരു പദ്ധതിയായിരുന്നു. ഇന്ത്യയിലേക്ക് അധികം കമ്പനികൾക്ക് വരാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല ലൈസൻസ് രാജ് വഴി ഇന്ത്യയിൽ ഒരു ഇൻഡസ്ട്രി തുടങ്ങണമെങ്കിലൊക്കെ വളരെ പാടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഇന്ത്യയിലുള്ള വസ്തുക്കൾ പ്രധാനമായിട്ട് എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നു. സ്വാശ്രയമായിട്ട് നമ്മൾ ആ ഒരു കാര്യത്തിലൊരു ഡിഫറൻസ് ഉണ്ട്. ഒരു സോഷ്യലിസ്റ്റ് പദ്ധതി ഒരു രീതി തന്നെ ഫോളോ ചെയ്തിരുന്നുകൊണ്ട് പരമാവധി ആളുകൾക്ക് എന്ത് ചെയ്തിരുന്നു, ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്തൊരു സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്. പരമാവധി കാര്യങ്ങളിലും ചില കാര്യങ്ങളിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒരു സ്വാശ്രയ കമ്പനികൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും ഉണ്ടാക്കാനുള്ള പ്രൊഡക്ഷനൊക്കെ ഉള്ളൊരു അവസരം ലഭിച്ചിരുന്നിട്ടുള്ളൂ. ഇനി ഈ ഒരു നമ്മൾ മുന്നേ കമ്പയർ ചെയ്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ കൃഷി, നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുന്നേ ചർച്ച ചെയ്തിരുന്ന പോലെ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യമായിട്ട് വരുന്ന കൃഷിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ നയരൂപകർക്ക് കാർഷിക മേഖലയിലെ വളർച്ചാ സമത്വം തുടങ്ങിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നു. സ്വാഭാവികമായിട്ടും കാർഷിക മേഖലയിൽ ഡിസ്ട്രോയ് ചെയ്തിട്ടാണ്. ഇപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ എണ്ണം പരമാവധി കുറയുകയാണ് ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത്. കാരണം ബ്രിട്ടൻ്റെ ആവശ്യം എപ്പോഴും എന്തായിരുന്നു, നാണ്യവിളകൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിലെ ഭക്ഷ്യ സുരക്ഷ കുറച്ചുകൂടെ കുറഞ്ഞു. ഇന്ത്യക്ക് ആവശ്യമായിട്ടുള്ള ഇന്ത്യയിൽ വലിയൊരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. അവരെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ പോലെ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് ആ സമയത്ത് ബ്രിട്ടൻ പോയപ്പോൾ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഗവൺമെൻറ് വന്നപ്പോൾ അവർ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്ന പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന കാർഷിക മേഖലയിലെ വളർച്ചാ സമത്വം എന്നിവ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുക എന്നതായിരുന്നു. ഇന്ത്യൻ കാർഷിക രംഗത്തെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ച ഭൂപരിഷ്കരണത്തിലൂടെയും അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും അവർ ഇത് സാധ്യമാക്കി. ഇപ്പോൾ ഹരിത വിപ്ലവമൊക്കെ നടപ്പിലാക്കുന്ന സമയത്താണ് ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. കൂടാതെ ഭൂപരിഷ്കരണം നടപ്പിലാക്കി. അതായത് ഒരുപാട് നമുക്കറിയാം ആ സമയത്തൊക്കെ ഒരുപാട് ജന്മിമാരുണ്ടായിരുന്ന സമയമാണ്. അപ്പോൾ ഈ ജന്മിമാരുടെ കയ്യിലായിരുന്നു പ്രധാനമായിട്ടും ഭൂമി ഉണ്ടായിരുന്നത്. അപ്പോൾ താഴെയുള്ള ആളുകൾക്കൊന്നും കുടിയാന്മാർക്കൊന്നും എന്ത് ചെയ്തിരുന്നില്ല, ഭൂമി പതിച്ച് കിട്ടുകയോ ഇതിനുള്ള അവകാശം കിട്ടുകയോ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇവരെ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുക എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു ലാൻഡ് സീലിംഗ് നടപ്പിലാക്കി. ഒരാൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ അളവ് തീരുമാനിക്കപ്പെട്ട് അതിന് മുകളിലുള്ള ലാൻഡ് ഗവൺമെൻറ് പിടിച്ചടക്കി ബാക്കിയുള്ളവർക്ക് പതിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. പ്രധാനമായിട്ടും ഇതാണ് ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നടപ്പിലാക്കുന്നത് വഴിയും അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും കൂടുതലായിട്ടും ഈ ഒരു കാർഷിക മേഖലയെ വളർത്താനായിട്ട് ഗവൺമെൻറ് ശ്രമിച്ചിരുന്നു. ഭൂപരിഷ്കരണം എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു, കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ആ ഒരു ടോപ്പിക്കായിട്ട് തന്നെ നമ്മളത് പറയുകയാണ്. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള പുനർവിതരണമാണ് ഭൂപരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരാൾ 100 കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെക്കുമ്പോൾ ഒരു സീലിംഗ് ലിമിറ്റ് കൊണ്ടുവന്നു. ഉദാഹരണത്തിന് ഒരു 15 ഏക്കർ കൈവശം വെച്ചുകൊണ്ട് ബാക്കിയുള്ള ഭൂമി എന്ത് ചെയ്തിരുന്നു, മറ്റാൾക്കാർക്ക് പതിച്ചു കൊടുത്ത് എല്ലാവർക്കും ഭൂമി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുക. അവർക്ക് അവരുടെ ഭൂമിയിൽ പ്രൊഡക്ഷൻ നടത്തി, കൃഷി നടത്തി, അവരുടേതായിട്ടുള്ള ലാഭം കൊയ്ത് അവരുടെ വാർഷിക വരുമാനങ്ങൾ എന്ത് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരികയും അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്തിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 1 വർഷത്തിനുള്ളിൽ തന്നെ ഇടനിലക്കാരെ ഒഴിവാക്കാനും ഭൂമിയിൽ അധ്വാനിക്കുന്നവരെ ഉടമകളാക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. കാർഷിക മേഖലയിൽ സമത്വം കൊണ്ടുവരുന്നതിനുള്ള മറ്റൊരു നയമായിരുന്നു ഭൂപരിധി നിശ്ചയിക്കൽ. അതാണ് നമ്മൾ ലാൻഡ് സീലിംഗ് എന്ന് പറഞ്ഞാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വ്യക്തിയുടെ കൈവശം വയ്ക്കാവുന്ന ഭൂമിയുടെ പരമാവധി അളവ് നിശ്ചയിക്കുക എന്നായിരുന്നു ഇതുകൊണ്ട് അർത്ഥമാക്കിയത്. ഭൂപരിഷ്കരണം പരമാവധി വിജയകരമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ എവിടെയായിരുന്നു? കേരളവും പശ്ചിമ ബംഗാളുമായിരുന്നു. മിക്കവാറും സ്ഥലങ്ങളിൽ ഇതിനെതിരെ എന്ത് ചെയ്യുന്നു, ഒരുപാട് അഴിമതികൾ നടക്കുകയും ആളുകൾ ഇതിനെതിരെ സമരം ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കേരളവും വെസ്റ്റ് ബംഗാളും അല്ലെങ്കിൽ പശ്ചിമ ബംഗാളും ഇതിനെതിരെ നിലകൊണ്ട് പരമാവധി വളരെ വ്യക്തമായിട്ടുള്ള പദ്ധതിയിലൂടെ എന്ത് ചെയ്തു, നടപ്പിലാക്കി. കേരളത്തിൽ ആദ്യമായിട്ട് നിലവിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരായിരുന്നു EMS സർക്കാർ. ഇവരുടെ കാലഘട്ടം മുതൽ ഇത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. എന്നാൽ ഇതിനെതിരെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ടുള്ള കേശവാനന്ദ ഭാരതി കേസുകളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 1950 മുതൽ എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ ആലോചനയിലുണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റേറ്റുകൾ നിലവിൽ വരുന്ന 56-57 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അതൊക്കെ എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിൽ കേരളത്തിലും ഇത്തരത്തിലുള്ള ഗവൺമെൻറ് വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള ലാൻഡ് സീലിങ്ങിനുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ മേനോൻ്റെ കാലഘട്ടത്തിലാണ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്ന് സംഭവിച്ചത്. ലാൻഡ് സീലിങ്ങും എന്ന് പറയുന്ന കാര്യങ്ങളും ഭൂപരിഷ്കരണമൊക്കെ വളരെ വ്യക്തമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കേരളവും വെസ്റ്റ് ബംഗാളും പരമാവധി വ്യക്തമായിട്ട് ഈ ഒരു പരിധി നിശ്ചയിച്ച് ലാൻഡ് സീലിംഗ് ഒക്കെ ഉറപ്പിച്ച് എന്ത് ചെയ്തു, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി
പരമാവധി ആളുകൾക്ക് പതിച്ചു കൊടുക്കുന്നതിനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ഭൂപരിഷ്കരണം വിജയകരമായി നടപ്പിലാക്കിയ 2 സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് കേരളവും പശ്ചിമ ബംഗാളുമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത പ്രധാനമായിട്ടുള്ള സംഭവമായിരുന്നു ഹരിത വിപ്ലവം. നമ്മൾ പറഞ്ഞു കാർഷിക മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ നടത്തുന്നതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉണ്ടാക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. എന്താണ് പ്രധാനമായിട്ടും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരുന്നത് ഗോതമ്പ് നെല്ലുമായിരുന്നു. ഇത് തന്നെ ഗോതമ്പിനായിരുന്നു കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ ഗോതമ്പ് നെല്ലും പ്രധാനമായിട്ട് ഉണ്ടാക്കുക. ഇതിൻ്റെ ഈ ഒരു സമയത്തിലുണ്ടായ വർധനവിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ നിലനിന്നിരുന്ന അവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. കൂടാതെ ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും പ്രാപ്തമാക്കി. അപ്പോൾ പ്രധാനമായിട്ടും ഇത് ചില ഏരിയാസിൽ ഫോക്കസ് ചെയ്തിരുന്നു. അതായത് നമുക്ക് ഒരുപാട് വാട്ടർ വേണ്ടി വന്നിരുന്നു. ഈ ഒരു ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരുപാട് വളങ്ങളും സാധനങ്ങളൊക്കെ വേണ്ടി വന്നു. വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി ഒക്കെ എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചില ഏരിയയിലേക്ക് മാത്രമായിട്ടാണ് ഈ ഹരിത വിപ്ലവം ഫോക്കസ് ചെയ്തിരുന്നത്. ഇതിൻ്റെ എൻഡ് വന്നപ്പോഴേക്കും ആ ഒരു ഏരിയയിലേക്ക് മാത്രമായിരുന്നു ഹരിത വിപ്ലവം ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ വളരെയധികം കൂട്ടാനും ഈ ഗോതമ്പ് പോലുള്ള ഇനങ്ങളുടെ വളർച്ച വളരെയധികം കൂട്ടാൻ കഴിഞ്ഞിരുന്നു. അത്യുൽപാദന ശേഷിയുള്ള ഒരുപാട് ഇനങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. ഇതുവഴി ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തമാക്കാനായിട്ട് ഇതിന് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഹരിത വിപ്ലവം കൊണ്ട് ഇന്ത്യയെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇത് പ്രാപ്തമാക്കി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അടുത്തത് വ്യവസായവും വ്യാപാരവുമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് വ്യാവസായിക വൈവിധ്യവൽക്കരണം തീരെ കുറവും പരുത്തി, ചണം എന്നിവയിൽ ഒതുങ്ങി നിൽക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്ന് ബ്രിട്ടനിലായിരുന്നു. ഇന്ത്യയിലേക്ക് ഇത് കൊണ്ടുവന്നിരുന്നില്ല. ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു, നിലവിലുണ്ടായിരുന്ന കരകൗശല വിപണിയെ പോലും തകർക്കാനാണ് ബ്രിട്ടൻ ശ്രമിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യ വളരെയധികം ഫ്ലറിഷ് ചെയ്തിരുന്ന ഒരു മേഖലയായിരുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനെ പോലും വെട്ടിക്കൊണ്ടാണ് ബ്രിട്ടൻ ഇന്ത്യയിൽ നിന്നും പോയത്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിരുന്നു, നമുക്കറിയാം പ്രധാനമായിട്ടും നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ കൃഷികളുടെ എക്സ്പോർട്ടും ഇൻഡസ്ട്രീസും ഒക്കെ ഒരു പരിധി വരെ അവിടെ ഇരുന്ന് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നിന്നും പരുത്തി, ചണം എന്നിവയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യൻ വ്യവസായികൾക്ക് നമ്മുടെ വികസനത്തിന് ആവശ്യമായിട്ടുള്ള മൂലധനം ഉണ്ടായിരുന്നെങ്കിലും വികസന പദ്ധതികൾ ഏറ്റെടുക്കാനും ഉൽപ്പാദനം നടത്താനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കമ്പോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, ക്ഷാമം ഉണ്ടാവുക എന്ന് പറയുന്നത് എന്തുമാത്രമല്ല, നമ്മൾ PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. നമ്മൾ ഒരു സ്ഥലത്ത് ക്ഷാമം ഉണ്ടാവുക എന്ന് പറയുന്നത് എൻടൈറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അമർത്യാസൻ കൊണ്ടുവന്നാണ് ദ കോൺസെപ്റ്റ് ഓഫ് എൻടൈറ്റിൽമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ഷാമം ഉണ്ടാവുന്നത് അവിടെ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് എന്ന കാര്യങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല, നമ്മുടെ ചുറ്റിനും ഒരുപാട് റിസോഴ്സുകൾ ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കിട്ടാനില്ല എന്നതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് റിസോഴ്സുകൾ കിട്ടാനുള്ളപ്പോൾ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കയ്യിൽ പണമില്ല, നമുക്കത് വാങ്ങാൻ പറ്റുന്നില്ല എന്നതുകൊണ്ടുകൂടിയാണ്. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ അന്ന് ഒരുപാട് എന്ത് ചെയ്തിരുന്നു, വലിയ രീതിയിലുള്ള വ്യവസായികൾ ഉണ്ടായിരുന്നു, അവരുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എവിടെ വിറ്റൊഴിക്കും? അതിന് പറ്റിയൊരു കമ്പോളം ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഒരു കമ്പോളം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല, ആളുകൾക്ക് അതിനുള്ള പർച്ചേസിംഗ് പവറും കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 1956 ഇന്ത്യ ഒരു വ്യാവസായിക നയപ്രമേയം കൊണ്ടുവന്നു. ആദ്യമായിട്ട് ഇതിൽ കൊണ്ടുവന്ന ഒരു ഇൻഡസ്ട്രിയൽ പോളിസിയാണ് വ്യാവസായിക നയപ്രമേയം 1956, ഇൻഡസ്ട്രിയൽ പോളിസി 1956 എന്ന് പറയുന്നത്. സമ്പദ്ഘടനയിലെ അടിസ്ഥാന മേഖലകളെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിനനുസൃതമായി 1956 പുതിയ വ്യാവസായിക നയം ഇന്ത്യ അംഗീകരിച്ചു. പുതിയ വ്യാവസായിക നയം, ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഇന്ത്യ സ്വീകരിച്ചു. പ്രസ്തുത പ്രമേയം വ്യവസായങ്ങളെ 3ആയി തിരിച്ചു. 3ആയാണ് എന്ത് ചെയ്തിരുന്നത്, വ്യവസായങ്ങളെ തിരിച്ചിരുന്നത്. ഇതിൻ്റെ ഓണർഷിപ്പ് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ വ്യവസായങ്ങളെ 3ആയി തിരിച്ചു. 1, സർക്കാരിനെ മാത്രം ഉടമസ്ഥതയിലുള്ള വ്യവസായങ്ങൾ. 2, പുതിയ വ്യവസായങ്ങൾ തുടങ്ങുവാനുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങളും സർക്കാരിൽ നിക്ഷിപ്തമായതും അത്തരത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിക്കുന്നതുമായിട്ടുള്ള സ്വകാര്യ വ്യവസായങ്ങൾ. 3, ബാക്കിയുള്ള സ്വകാര്യ മേഖലയിലുള്ള വ്യവസായങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള വ്യവസായങ്ങളെ 3ആയിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി 1956 തിരിച്ചു. 1 ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളത്, 2 സ്വകാര്യ കമ്പനികളുടേത്. ഒന്നാമത്തെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. രണ്ടാമത്തേതാണ് കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു വസ്തുതയാണ്. പുതിയ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള ഉത്തരവാദിത്തങ്ങൾ എവിടെയാണ്? സർക്കാർ തന്നെയുള്ളത്. എന്നാൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ പരിപോഷിക്കുന്ന ഈ ഒരു സർക്കാർ എടുക്കുന്ന നിലപാടുകളും കാര്യങ്ങളും പരിപോഷിക്കുന്ന തരത്തിലുള്ള ചെറിയ സ്വകാര്യ കമ്പനികൾ, ഗവൺമെൻറ്റിൻ്റെ എയ്ഡോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ 3 തരത്തിൽ എന്ത് ചെയ്തിരുന്നു, ഇൻഡസ്ട്രിയൽ പോളിസി ഇന്ത്യയിലെ 3 വ്യവസായങ്ങളെ 3ആയിട്ട് തരം തിരിച്ചിരുന്നു. അടുത്തത് ചെറുകിട വ്യവസായങ്ങളാണ്. 1955 കാർവേ കമ്മിറ്റി എന്ന് വിളിക്കുന്ന ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി ഗ്രാമവികസനത്തിൽ ചെറുകിട വ്യവസായങ്ങളുടെ സാധ്യത എടുത്തു പറഞ്ഞിരുന്നു. ആരാണ്? 1955 കാർവേ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകിട വ്യവസായങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത്ര കാര്യം ഓർത്താൽ മതി. 1955 കാർവേ കമ്മിറ്റി, ചെറുകിട വ്യവസായ കമ്മിറ്റി. 1955 കാർവേ കമ്മിറ്റി,
ചെറുകിട വ്യവസായ കമ്മിറ്റി. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുള്ള കാര്യം മാത്രം പ്രധാനമായിട്ടും ഓർത്തിരിക്കുക. നമ്മൾ മുന്നേ പറഞ്ഞ അടുത്ത ഫാക്റ്റാണ് ഇറക്കുമതി ബദൽ വ്യാപാര നയം, ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. തദ്ദേശീയ വിഭവങ്ങളെ ഉപയോഗിക്കുക എന്ന വ്യാപാര തന്ത്രമായിരുന്നു ആദ്യ 7 പഞ്ചവത്സര പദ്ധതികളുടെ പ്രത്യേകത. ഇതിനെയാണ് എന്തറിയപ്പെടുന്നത്? ഇറക്കുമതി ബദൽ വ്യാപാരം അഥവാ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ തന്നെ വസ്തുക്കൾ ഉണ്ടാക്കുക, പരമാവധി എന്ത് ചെയ്യും, ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഇമ്പോർട്ടുകളെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു, ഇമ്പോർട്ട്സുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതായിരുന്നു 1 മുതൽ 7 വരെയുള്ള പഞ്ചവത്സര പദ്ധതികൾ LPG റിഫോംസ് നടപ്പിലാക്കുന്ന കാലഘട്ടം വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരുന്നത്. ഒരു ഉദാഹരണം കൂടി പറയുന്നുണ്ട്. വിദേശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പകരം അവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നില്ല, പകരം ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസ് തന്നെ അത് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ചെറുകിട വ്യവസായങ്ങൾ വൻകിട വ്യവസായങ്ങളെക്കാൾ തൊഴിലുന്മുഖമാണ്. എന്നാൽ ഇവയ്ക്ക് സാമ്പത്തികമായി വൻകിട വ്യവസായങ്ങളുമായി മത്സരിക്കാൻ കഴിയാത്തതിനാൽ ചില വ്യവസായങ്ങൾ ചെറുകിട മേഖലയിലേക്ക് മാത്രമായി സംവരണം ചെയ്തിരുന്നു. അപ്പോൾ നമുക്കറിയാം, ചെറുകിട വ്യവസായങ്ങൾ വൻകിട വ്യവസായങ്ങളെക്കാൾ തൊഴിലുന്മുഖമാണ്. കുറേയധികം ഉണ്ട്. ഒരൊറ്റ ഇൻഡസ്ട്രി മാത്രം എടുത്താൽ അതിലുള്ള പ്രൊഡക്ഷനും കാര്യങ്ങളും കുറവായിരിക്കും. എന്നാൽ അതുപോലത്തെ കുറേ എണ്ണമുണ്ട്. അപ്പോൾ അതിനേക്കാൾ തൊഴിലുന്മുഖമാണ്. അപ്പോൾ ഇവയ്ക്ക് സാമ്പത്തികമായിട്ട് എന്ത് ചെയ്തിരുന്നു, വലിയ രീതിയിൽ വൻകിട വ്യവസായങ്ങളുമായിട്ട് മത്സരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ വലിയ വ്യവസായങ്ങൾക്ക്, വൻകിട വ്യവസായങ്ങൾക്ക് ഒരുപാട് ഫണ്ടുണ്ട്, അവരത് വെച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ചെറിയ വ്യവസായങ്ങൾക്ക് അതുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, അവരുമായിട്ട് മത്സരിക്കാൻ പറ്റുന്നില്ല. ഇവരുടെ എണ്ണത്തിൽ കൂടുതലുണ്ടെങ്കിലും ഒരു ഇൻഡസ്ട്രി മാത്രമായിട്ട് ഒരു ഇത് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ അവർക്ക് വൻകിട വ്യവസായങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് മത്സരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരാനൊരു അവസരം തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില മേഖലകൾ, ചില ഏരിയാസ് മാത്രം എന്ത് ചെയ്തിരുന്നു, ചെറുകിട സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരുന്നു. അവർക്ക് വേണ്ടി മാത്രമായിട്ട് സംവരണം ചെയ്തു വെച്ചിരുന്നു. ഇതനുസരിച്ച് സർക്കാർ തദ്ദേശീയ വ്യവസായങ്ങളെ വിദേശ മത്സരത്തിൽ നിന്നും ഇറക്കുമതി, ചുങ്കം, ക്വാട്ട എന്നിവ വഴി സംരക്ഷിച്ചു പോന്നിരുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് വേറൊരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി നടപ്പിലാക്കി ഇന്ത്യയിലേക്ക് വേറെ കമ്പനികൾ വരാതെയും വലിയ രീതിയിലുള്ള കമ്പനികൾ ചെറിയ കമ്പനികളുടെ മേഖലകളെ വിഴുങ്ങാതിരിക്കാനും വേണ്ടിയിട്ട് ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുകയും അതുവഴി എന്ത് ചെയ്തിരുന്നു, കൂടുതൽ ടാക്സ് ഒക്കെ അടക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രീസിന് വരുന്ന എണ്ണം കുറവായിരിക്കും. കൂടാതെ ക്വാട്ട നിശ്ചയിച്ച് ചില ഏരിയാസ് ഇവർക്ക് മാത്രമായിട്ട് പതിച്ചു കൊടുത്തിരുന്നു. എന്നിവ വഴി സംരക്ഷിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് ഇന്ത്യയുടെ 2 കാലഘട്ടത്തിനെ പറ്റിയിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപേ ഉള്ളൊരു കാലഘട്ടം, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടമായിട്ട് തിരിച്ചിരുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ ശശി തരൂരിൻ്റെ വാക്കുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. ആഫ്റ്റർ 200 years ഓഫ് സ്ലോട്ടർ, വണ്ടർ, ബ്രിട്ടൻ ഹാസ് ലെഫ്റ്റ് us to a poster child of the third world poverty എന്നാണ്. കാരണം അവർ വന്നിരുന്ന സമയത്ത് 27% ഓഫ് ദ ഗ്ലോബൽ GDP ഇന്ത്യ ഉണ്ടായിരുന്നു. പോയ സമയത്ത് വെറും 3 to 4% ഓഫ് ദ ഗ്ലോബൽ GDP ആക്കി മാറ്റി കഴിഞ്ഞു. കാരണം എന്താണ്, ഇന്ത്യയെ മുഴുവനായിട്ട് ബ്രിട്ടൻ ലൂട്ട് ചെയ്തിരുന്നു. ഒരു 200 വർഷത്തെ എന്താ പറയുക, വലിയ ലൂട്ടിലോട് കൂടി ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് മുഴുവൻ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രികളെ എന്ത് ചെയ്തിരുന്നു, മൊത്തത്തിൽ ഡിസ്ട്രോയ് ചെയ്ത് കളയുകയും ചെയ്തിരുന്നു. കൂടാതെ ഇന്ത്യയിലുള്ള കൃഷിയെ നാമാവശേഷമാക്കി കളയുകയും ആളുകൾക്ക് ഒട്ടും ലാഭം ഉണ്ടാക്കാൻ കഴിയാതെ ഇന്ത്യയിലുള്ള പോവർട്ടിയുടെ എമൗണ്ട് കൂടുകയും ഇന്ത്യയിലുള്ള ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കുറയുകയും ഇന്ത്യയിലുള്ള ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റുകൾ കൂടി, അതുപോലെ തന്നെ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് കൂടി. അപ്പോൾ ഇന്ത്യയിലുള്ള മൊത്തത്തിലുള്ള ഹെൽത്ത് ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാലും ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാലും ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്, ബ്രിട്ടൻ പോയത്. അപ്പോൾ 50-ന് ശേഷമുള്ള, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടം, ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള കാലഘട്ടം നമ്മൾ രണ്ടാമത് പരിശോധിച്ചു. ഇത് മറികടക്കാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം മറികടക്കാൻ വേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ നിലപാട് സ്വീകരിച്ചു? ഒരു മിശ്ര സാമ്പത്തിക വ്യവസ്ഥ സ്വീകരിച്ചു, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, NDC ഉണ്ടാക്കി, എന്നിട്ട് ഇതെന്ത് ചെയ്തു, പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. അപ്പോൾ കൃഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചില ഏരിയാസ് എന്ത് ചെയ്തിരുന്നു, ഇന്ത്യയിൽ തന്നെ പ്രൊഡക്ഷൻ കൂട്ടുക, അവർക്ക് മാക്സിമം പ്രൊഡക്ഷൻ പരമാവധി ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ ഹരിത വിപ്ലവം പോലുള്ള അത്യുൽപാദന ശേഷിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ തുറന്നു കൊടുത്തു. വ്യവസായങ്ങളെ പറ്റിയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ വളർത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടൻ ചെയ്തിട്ട് പോയ കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യയെ മറികടത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു, ഒരു ഇറക്കുമതി കോട്ട ഏർപ്പെടുത്തുകയും ചുങ്കം ഏർപ്പെടുത്തുകയും 1 മുതൽ 7 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രധാനമായും എന്ത് ചെയ്തിരുന്നു, ഒരു ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ വളർത്താൻ വേണ്ടി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടപ്പിലാക്കുകയും ചെയ്തിരുന്നു. 56 ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു പോളിസിയൊക്കെ എന്തായിരുന്നു എന്ന് പറയുന്നത്, ഇന്ത്യയുടെ പോളിസികൾ എന്തായിരിക്കണം, ഇന്ത്യയിലുള്ള കമ്പനികൾ എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു പോളിസി, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് പോളിസി കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2 കാലഘട്ടത്തിനെ പറ്റിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പറയാനുള്ളത്. അതിൻ്റെ ഒരു ഓവറോൾ ഐഡിയ അറിഞ്ഞിരിക്കുക, ചെറിയ കണക്കുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഡാറ്റ മാത്രം അറിഞ്ഞിരിക്കുക. അടുത്തെന്ന് പറയുന്നത് ഉൽപ്പാദന മേഖലകൾ ഏതൊക്കെയാണെന്നാണ്. ഇതെല്ലാവരും കേട്ടിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു ഏരിയയാണ് ഉൽപ്പാദന മേഖലകൾ, സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ സമ്പദ്ഘടനയിലെ 3 മേഖലകളിലായിട്ടാണ് ഉൾപ്പെടുത്തുന്നത്. പ്രാഥമികം, ദ്വിതീയം, തൃതീയം. 3 മേഖലകളാണ് ഉള്ളത്. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. എന്താ നമുക്ക് നോക്കാം. പ്രാഥമിക മേഖല എന്ന് പറഞ്ഞാൽ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടുന്നത്. കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു.
കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം എന്നിവ നമുക്ക് നേരിട്ട് റിസോഴ്സ്, നമ്മളതിനൊന്നും ചെയ്യുന്നില്ല, മോഡിഫൈ ഒന്നും ചെയ്യുന്നില്ല, നേരിട്ട് റിസോഴ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നിട്ട് ഇത് പ്രാഥമിക മേഖലയാണെന്ന് ചോദിക്കുമ്പോൾ എന്തോ പറയണം? ആ സാധനം എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, നമ്മൾ ഡയറക്റ്റായിട്ട് അത് കൺസ്യൂം ചെയ്യുകയാണെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരിട്ട് റിസോഴ്സ് എക്സ്ട്രാക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് പ്രാഥമിക മേഖല. കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ദ്വിതീയ മേഖല എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഓൾറെഡി പ്രാഥമിക മേഖലയിൽ നിന്ന് നമ്മളൊരു വസ്തു എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, അത് മൈൻ ചെയ്തെടുക്കുകയോ ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്തു. ഇതിനെ മറ്റൊരു തരത്തിലേക്ക് എന്ത് ചെയ്യുന്നു? മാറ്റിയെടുക്കണം. ഒരു ഇൻഡസ്ട്രിയൽ രീതിയിലായിരിക്കും ഇത് മാറ്റുന്നത്. വ്യാവസായിക മേഖല എന്നറിയപ്പെടാറുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ് ചെയ്തതോടുകൂടി എന്ത് ചെയ്യുന്നു? ഇതിനെ മറ്റൊരു വസ്തുവായിട്ട്, ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് മാറ്റുന്നു. ഈ ഒരു മേഖലയാണ് ദ്വിതീയ മേഖല എന്ന് അറിയപ്പെടുന്നത്. വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട്, അതായത് പ്രാഥമിക മേഖലയിൽ നമുക്ക് കിട്ടുന്നത് അസംസ്കൃത വസ്തുക്കളാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? റോ മെറ്റീരിയൽസ് ആണ്. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ദ്വിതീയ മേഖലയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്ന് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കിയെടുക്കുന്നു, അവിടെ നിന്ന് പ്രോസസ്സ് ചെയ്ത് ഗുഡ്സ് ആക്കി മാറ്റുന്നത് ആരാണ്? ദ്വിതീയ മേഖലയാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് വ്യവസായ മേഖല. ഇനി ഉദാഹരണങ്ങളാണ് വൈദ്യുതി ഉൽപ്പാദനം, ടെക്സ്റ്റൈൽ വ്യവസായം എന്നിവ. വൈദ്യുതി ഉൽപ്പാദനവും ടെക്സ്റ്റൈൽ വ്യവസായമൊക്കെ ഇത് സെക്കൻഡറി സെക്ടറിന് ഉദാഹരണങ്ങളാണ്. നമ്മൾ ഓൾറെഡി എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് വൈദ്യുതിയെ പിന്നീട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഉൽപ്പാദനമായിട്ടും വൈദ്യുതി ഉൽപ്പാദനം സെക്കൻഡറി സെക്ടർ വരാനുള്ള കാരണം. വൈദ്യുതി നമ്മൾ നേരിട്ടൊരിടത്തുനിന്നും ഡയറക്റ്റ്ലി ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത്, പകരം ഓൾറെഡി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റോ മെറ്റീരിയൽസും കാര്യങ്ങളും ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ വൈദ്യുതിനെ എന്ത് ചെയ്യുന്നു? സെക്കൻഡറി സെക്ടറിൽ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതും വിപണനം ചെയ്യുന്നതും ഒക്കെ എന്താണ്? ഈ പറയുന്ന സാമ്പത്തിക മേഖലകളിലെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്ന തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. അപ്പോൾ പ്രാഥമിക മേഖലയിലെ വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തു, ദ്വിതീയ മേഖലയിൽ ഇത് ചെയ്തു പ്രോസസ്സ് ചെയ്തൊരു ഗുഡാക്കി മാറ്റി, ഇത് നമ്മൾ സംഭരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ നമുക്കിത് മാർക്കറ്റിൽ സെല്ല് ചെയ്യണം. ഇത്തരത്തിലുള്ള സേവന മേഖലകളെല്ലാം ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? തൃതീയ മേഖലയിലാണ്. ഇത് സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് കിട്ടുന്ന സേവനങ്ങളെല്ലാം എന്താണ്? ഒരു ഹ്യൂമൻ റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന സേവനങ്ങളെല്ലാം ബാങ്കിങ്, ആരോഗ്യരംഗം, വാർത്താവിനിമയം, ഇതെല്ലാം എന്തിൽ വരുന്നു? തൃതീയ മേഖലയിൽ വരുന്നു. പ്രാഥമികത്തിന് ഉദാഹരണം എന്താണ്? കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡയറക്റ്റ്ലി എക്സ്ട്രാക്ട് ചെയ്ത് നമ്മളായിട്ട് ഉണ്ടാക്കി പ്രൊഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ഇതിനെ പ്രോസസ്സ് ചെയ്ത് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുന്നു. ആര്? വ്യാവസായിക മേഖല അഥവാ ദ്വിതീയ മേഖല. തൃതീയ മേഖല എന്ന് പറഞ്ഞ ഉദാഹരണം എന്താണ്? പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ്? സേവന മേഖല എന്ന് ഓർമ്മ വരും. നമുക്ക് കിട്ടുന്ന സേവനങ്ങളെല്ലാം തൃതീയ മേഖലയിൽ വരുന്നു. ഇതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും, നമുക്ക് സെക്കൻഡറി സെക്ടറിൽ കിട്ടിയ ഗുഡ്സ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യുന്നതും വിപണനം ചെയ്യുന്നതൊക്കെ എന്താണ്? സർവീസ് സെക്ടറിലാണ് വരുന്നത്. ഇതെല്ലാം നമുക്ക് എന്താ അറിയാം? തൃതീയ മേഖലയിൽ വരുന്നതാണെന്ന് പറയാം. അപ്പോൾ ഒരു വസ്തു കിട്ടുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 3 മേഖലകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കേണ്ടത്: ഉണ്ടാക്കുന്നുണ്ടോ, അത് പ്രോസസ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അത് സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സർവീസാണോ എന്നുള്ള തരംതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമാണോ, ദ്വിതീയമാണോ, തൃതീയമാണോ എന്ന് അവിടെ വെച്ച് തീരുമാനിക്കുക. വൈദ്യുതി ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൽ വരും, സെക്കൻഡറിയിൽ വരും. കാരണം എന്താണ്? അത് ഉൽപ്പാദനമായിട്ടും വരുന്നതിന് കാരണം എന്താ? വൈദ്യുതി ഉണ്ടാക്കുന്നത് മറ്റ് വസ്തുക്കളിലൂടെയാണ്. ആ വസ്തുക്കൾ ഓൾറെഡി നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എക്സ്ട്രാക്ട് ചെയ്ത് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഉൽപ്പാദനം എന്ന് മാത്രം കേട്ടതുകൊണ്ട് പ്രൈമറി ആണെന്ന് വിചാരിക്കരുത്. അതിന് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ആ റോ മെറ്റീരിയൽസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇരിക്കുന്നതാണോ എന്ന് ആലോചിക്കുക. എന്നിട്ട് മാത്രം തീരുമാനിക്കുക പ്രാഥമികമാണോ, ദ്വിതീയമാണോ, തൃതീയമാണോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള അവസ്ഥ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അവസ്ഥ, പ്രധാനമായിട്ടും കൃഷി, വ്യാവസായിക മേഖലയിലും ഇമ്പോർട്ട് കച്ചവടങ്ങൾ മേഖലയിലൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം മേഖലകളായിട്ട് തിരിച്ചു. സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്തൊക്കെയാണ്? പ്രൈമറി, സെക്കൻഡറി, ടേഴ്സറി ആയിട്ട് തിരിച്ചു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഭാഗം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത ഭാഗത്ത് നമുക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. ദേശീയ വരുമാനം പോലുള്ള കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം എന്ന് പറയുന്ന മേഖലയുടെ ഒന്നാമത്തെ പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു കാര്യത്തിൻ്റെ ബാലൻസ് വരുന്ന ടോപ്പിക്കുകൾ നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഓവറാണ്. താങ്ക് യു.